അപ്പോൾ അടുത്തത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് പഠിച്ചായിരുന്നു? 8051 അർത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് നോക്കി, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് നോക്കി, അതുപോലെ തന്നെ അതുമായിട്ട് സിമിലാരിറ്റി വരുന്ന മറ്റൊരു ഇൻസ്ട്രക്ഷൻ കാറ്റഗറി നോക്കി, അതായിരുന്നു ബൂളിയൻ വേരിയബിൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കുന്ന നാലാമത്തെ കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് 8051 എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ദ നെയിം ഇംപ്ലൈസ് ഇറ്റ് സെൽഫ് we need to transfer something from source place to the destination place. Okay, അതുകൊണ്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഓൾ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി? ഓക്കെ, അല്ലെങ്കിൽ ഹൗ യു ക്യാൻ ട്രാൻസ്ഫർ വൺ പെർട്ടിക്കുലർ കണ്ടന്റ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല. ഇറ്റ് ക്യാൻ ബി എ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ ഓൾസോ. അന്നേരം നമ്മൾ മൂവ്സി എന്ന് പറയുന്ന മൂവ് കോഡ് ബൈറ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഓൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആർ അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി മൂവ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻസ്ട്രക്ഷൻ കാറ്റഗറി അല്ലേ. മൂവ് എന്ന് പറഞ്ഞാൽ A, B ഉണ്ട്, മൂവ് A, R0 ഉണ്ട്, മൂവ് R0, B ഉണ്ട്. അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് മൂവ് ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കുറച്ച് ഫോർമാറ്റ് സിൻടാക്സുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. മൂവ് അറ്റ് ദ റേറ്റ് RI, ഡയറക്റ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? Move at the rate RI, direct. Actually it is an example for both direct addressing mode as well as indirect addressing mode. ശരിയല്ലേ? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ എക്സാമ്പിൾ ആണ്, അതുപോലെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെയും എക്സാമ്പിൾ ആണ്. വൈ വി ക്യാൻ സേ ലൈക്ക് ദാറ്റ്? ബിക്കോസ് ഡയറക്റ്റ് അഡ്രസ്സ് സോഴ്സിൻ്റെ രൂപത്തിൽ തന്നിട്ടുണ്ട്. സോഴ്സ് എന്ന് പറയുന്ന ഡേറ്റ നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്രസ്സ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓൺ ദ അതർ ഹാൻഡ്, to which particular place you have to place that particular data, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ മീൻസ് ഓഫ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അറ്റ് ദ റേറ്റ് RI എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് കാണണമെങ്കിൽ യു ക്യാൻ റെഫർ ദിസ് പെർട്ടിക്കുലർ രജിസ്റ്റർ. R5 എന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ് ദ റേറ്റ് R5, ദാറ്റ് മീൻസ് R5 നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ അഡ്രസ്. ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷൻ യു ഹാവ് ടു or to that particular address location you have to place the data that has been retrieved from the source place അല്ലേ. സോഴ്സിൽ നിന്നും കിട്ടിയ, ദാറ്റ് മീൻസ് ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൻ്റെ സ്ഥാനത്ത് നിന്ന് കിട്ടിയ ഡേറ്റ നിങ്ങളെടുത്ത് ഈ പറയുന്ന ലൊക്കേഷനിലോട്ട് കൊണ്ടുവയ്ക്കും. ഓക്കെ, ഇനി തിരിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ പോസിബിൾ. ഇനി അടുത്ത് നോക്കിയാൽ ഡേറ്റ ഇസ് ഇമീഡിയറ്റ്ലി പ്രൊവൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ദാറ്റ് ഇസ് ദിസ് ഡേറ്റ യു ഹാവ് ടു ഫെച്ച് സോ ആസ് ടു ബി placed in particular location എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is immediately provided in the instruction itself in the form of hash data. ആ ഡേറ്റ എടുത്തുകൊണ്ട് വന്ന് ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് അസൈൻ ചെയ്യാം. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബോത്ത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അടുത്ത് നോക്കിയേ ഡേറ്റ പോയിൻ്ററിൻ്റെ റിലവൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഡേറ്റ പോയിൻ്റർ ഇസ് എൻ ആസ്പെക്ട് വിച്ച് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് ഓൾ, ഓൺലി ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. ഡേറ്റ പോയിൻ്റർ ഇസ് ആക്ച്വലി എ 16-bit രജിസ്റ്റർ വിച്ച് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ടു മൂവ് യുവർ കൺട്രോൾ ടു എ പെർട്ടിക്കുലർ ലൊക്കേഷൻ. ദാറ്റ് മീൻസ് ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫ്ലോ ഓഫ് കൺട്രോൾ അസൈൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് ഡേറ്റ പോയിൻ്റർ. ഓക്കെ, അപ്പോൾ DPTR ഇസ് ആക്ച്വലി 16-bit രജിസ്റ്റർ അല്ലേ. എന്തുകൊണ്ട്? ബിക്കോസ് 16-bit അഡ്രസ് നമുക്ക് അസൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ പോലും നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ക്യാൻ യൂസ് ഓൺലി 16-bit അഡ്രസ്സിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് 8051 ബോത്ത് 16-bit അഡ്രസ്സിങ് ആസ് വെൽ ആസ് 8-bit അഡ്രസ്സിങ് ഇസ് പോസിബിൾ. അപ്പോൾ DPH ആയിട്ടും ഡേറ്റ പോയിൻ്റ് ഹയർ ആയിട്ടും ഡേറ്റ പോയിൻ്റർ ലോവർ ആയിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പം 40 അതൊരു 8-bit അഡ്രസ്സാണ്. ആ 40 എന്ന് പറയുന്ന 8-bit അഡ്രസ് യു ക്യാൻ യൂസ് ഡേറ്റ പോയിൻ്റ് ഹയർ ഓർ അതർവൈസ് ഡേറ്റ പോയിൻ്റർ ലോവർ സോ ആസ് ടു അസൈൻ ദ അഡ്രസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേറ്റ പോയിൻ്റർ ഹാഷ് ഡേറ്റ 16, ദാറ്റ് മീൻസ് ഡയറക്റ്റ്ലി അല്ലാതെ ഇമ്മീഡിയറ്റ്ലി തന്നെ, ഡയറക്റ്റ്ലി അഡ്രസ്സ് അല്ല കൊടുക്കുന്നത്, ഇമ്മീഡിയറ്റ്ലി തന്നെ ഒരു 16-bit അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കുന്നു ഇൻസ്ട്രക്ഷനോടൊപ്പം തന്നെ. ആ അഡ്രസ്സിനെ ഡേറ്റ പോയിൻ്റർ രജിസ്റ്ററിലോട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിൽ ബി പോയിൻറ്റിംഗ് ദ പ്രോഗ്രാം കൺട്രോൾ ടു ദാറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ മൂവ് ഡേറ്റ പോയിൻ്റർ 4000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 4000-ലോട്ടായിരിക്കും പിന്നെ കൺട്രോൾ വന്ന് നിൽക്കുന്നത്. യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഇസ് പോയിൻറ്റിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ 4000. ഓക്കെ, ഇനി നോക്കിയേ മൂവ് കോഡ് ബൈറ്റ് ആണ് പറയുന്നത്. ഓക്കെ, മൂവ് കോഡ് ബൈറ്റ് തന്നെ
രണ്ട് ഇൻസ്ട്രക്ഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മൂവ് കോഡ് ബൈറ്റ്, ദാറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഇറ്റ് സിംപ്ലി ഫോക്കസസ് ഇൻ ട്രാൻസ്മിറ്റിംഗ് എ സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ, അല്ലേ, സിംഗിൾ ഡേറ്റ് അല്ലെങ്കിൽ സിംഗിൾ വാല്യൂ അങ്ങനെ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് യു വോണ്ട് ടു ട്രാൻസ്ഫോം സം ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ, സം ഗ്രൂപ്പ് ഓഫ് ഡേറ്റ, ദെൻ യു ക്യാൻ ഓപ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ മൂവ് സി, മൂവ് കോഡ് ബൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ A+DPTR ദാറ്റ് മീൻസ് എന്താ മീനിങ്? നിങ്ങൾക്ക് @എന്ന് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ @എന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ അഡ്രസ് ആൻഡ് ഫ്രം ദാറ്റ് അഡ്രസ് യു ഹാവ് ടു ഫെച്ച് ദ ഡേറ്റ ആൻഡ് മൂവ് ഇറ്റ് ടു അക്യൂമുലേറ്റർ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഡേറ്റ പോയിൻ്ററിലെ വാല്യൂ എന്തായിരുന്നോ അത് പ്ലസ് എയുടെ വാല്യൂ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു നോട്ട് വൺ തിങ്, ദാറ്റ് ഡേറ്റ പോയിൻ്റർ ഇസ് ഹാവിങ് എ വാല്യൂ വിച്ച് ഇസ് ഓഫ് 16 bit in size ആൻഡ് എ ഇസ് ഹാവിങ് എ വാല്യൂ വിച്ച് ഇസ് സിംപ്ലി 8 bit size, അല്ലേ. അപ്പോൾ ഈ ഡേറ്റ പോയിൻ്ററിൻ്റെ വാല്യൂ 4000ഉം എയുടെ വാല്യൂ 80 ആണെങ്കിൽ A+DPTR ചെയ്താൽ എന്ത് കിട്ടും? 4080 കിട്ടും. അപ്പോൾ ഈ 4080 എന്ന് പറയുന്ന വാല്യൂക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ഒരു വാല്യൂ കിട്ടും, എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ കിട്ടും. ബട്ട് ദാറ്റ് സിംഗിൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇസ് നോട്ട് ഓൺലി റിക്വയർഡ്, വി നീഡ് സബ്സിക്വൻറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ. ആ ലൊക്കേഷൻ മുതൽ താഴോട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് 1 by 1 എയിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് വേണ്ടിയാണ് മൂവ് കോഡ് ബൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് നമുക്ക് ഡേറ്റ പോയിൻ്ററിന് പകരം പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യാം. പ്ലീസ് നോട്ട് ദാറ്റ് പ്രോഗ്രാം കൗണ്ടർ ഇസ് ഓൾസോ എ രജിസ്റ്റർ വിത്ത് ഓഫ് സൈസ് 16 bit. പ്രോഗ്രാം കൗണ്ടറിലുള്ള 16 bit വാല്യൂവും എയിൽ എന്ന് പറയുന്ന അക്യൂമുലേറ്റർ രജിസ്റ്ററിലുള്ള 8 bit വാല്യൂവും കൂടെ സമപ്പ് ചെയ്ത് കിട്ടുന്ന ആ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നുള്ള ഡേറ്റ എടുത്തുകൊണ്ട് വന്ന് 1 by 1 യു ഹാവ് ടു ലോഡ് ഇറ്റ് ടു ദ അക്യൂമുലേറ്റർ. Please note that it is not a single piece of data, a group of data. That means 1 by 1 അടുത്തടുത്ത ലൊക്കേഷൻസിലുള്ള ഡേറ്റാസ് ഓരോന്നായിട്ടും അക്യൂമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അത് മൂവ് കോഡ് ബൈറ്റ്. ഇനി മൂവ് എക്സ് എന്ന് പറയുന്ന 4 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. മൂവ് എക്സ് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. 8051 കേസിൽ എക്സ് എവിടെ കണ്ടാലും മനസ്സിലാക്കുക. യു ആർ ഡിപ്പെൻഡിങ് ഓൺ എക്സ്റ്റേണൽ ഡിവൈസസ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്നും എന്തോന്നോ മൂവ് ചെയ്യാനുണ്ട്. മറ്റ് സാധാ മൂവ് കോഡ് ബൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദോസ് ട്രാൻസ്ഫേഴ്സ് വിച്ച് ഇസ് ഹാപ്പനിങ് വിത്തിൻ ദ മൈക്രോ കൺട്രോളറിനകത്ത് നടക്കുന്ന ട്രാൻസ്ഫേഴ്സ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതേസമയം മൂവ് എക്സ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താ ഫോക്കസ് ചെയ്യുന്നത്? യു ആർ ട്രാൻസ്ഫറിങ് സം സോർട്ട് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് ദ എക്സ്റ്റേണൽ ഡിവൈസസ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എ മെമ്മറി. ഓക്കെ, നമുക്ക് ഇൻറ്റേർണലി മെമ്മറി ഉണ്ട്, ശരിയാണ്. പക്ഷേ ആ മെമ്മറി സഫീഷ്യൻ്റ് അല്ല എന്ന ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഷ്യൂർലി വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ എക്സ്റ്റേണൽ മെമ്മറി. എക്സ്റ്റേണൽ മെമ്മറി മാത്രമല്ല, എക്സ്റ്റേണൽ ഡിവൈസസ് മറ്റേതെങ്കിലും ഡിവൈസസിനൊക്കെ പല കാര്യങ്ങൾക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അന്നേരം നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദോസ് ഡിവൈസസ് നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ യു ഹാവ് ടു യൂസ് ദ ഇൻസ്ട്രക്ഷൻ മൂവ് എക്സ്. എന്നാൽ മാത്രമേ എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്നുള്ള ഡേറ്റ ട്രാൻസ്ഫേഴ്സ് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മൂവ് എക്സ് A@DPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ പറയുന്ന ഡേറ്റ പോയിൻ്റർ ലൊക്കേഷൻ ഉണ്ടാകും @DPTR. അപ്പോൾ DPTR എന്ന് പറയുന്ന 16 bit അഡ്രസ്സ് അല്ലെങ്കിൽ 16 bit രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് എ ഡേറ്റ ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു അക്യൂമുലേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ പോയിൻ്റർ എന്ന് പറയുന്ന 16 bit രജിസ്റ്റർ ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയിലെ ഡേറ്റ പോയിൻ്റർ ആയിരിക്കും ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ @RI എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ RI എന്ന് പറയുന്ന രജിസ്റ്റർ ഇറ്റ് ഈസ് ആക്ച്വലി the register which is present in the register bank of the external memory. എക്സ്റ്റേണൽ മെമ്മറിയിലും ഉണ്ട് ഈ രജിസ്റ്റേഴ്സും രജിസ്റ്റർ ബാങ്കും എല്ലാം. അവിടുത്തെ രജിസ്റ്റേഴ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് A എന്ന് പറയുന്ന അക്യൂമുലേറ്റർ ഡെഫിനറ്റ്ലി 8051 അക്യൂമുലേറ്റർ ആയിരിക്കും. ഓക്കെ, A എന്ന് പറയുന്ന അക്യൂമുലേറ്റർ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? 8051 അക്യൂമുലേറ്റർ ആയിരിക്കും. ഈ DPTRും RI അതൊക്കെ ആയിരിക്കും എക്സ്റ്റേണലി വരുന്ന മെമ്മറിയുടെ പാർട്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൂവ് എക്സ് @DPTR, A എന്ന് പറയുന്ന നമ്മുടെ മൈക്രോ കൺട്രോളറിലുള്ള ഡേറ്റ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? വെളിയിരിക്കുന്ന ഡിവൈസിൻ്റെ ഡേറ്റ പോയിൻ്റർ, മെമ്മറി ഡേറ്റ പോയിൻ്റർ. എന്തായാലും ഡേറ്റ പോയിൻ്റർ ഇസ് ഓൾവേസ് കൺസേൺഡ് വിത്ത് മെമ്മറിയിലുള്ള ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യാൻ വേണ്ടിയല്ല ഡേറ്റ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറിയിൽ ഡേറ്റ പോയിൻ്ററിൻ്റെ വാല്യൂ ആയിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടി അതിനകത്തോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി, ഇപ്പോൾ 4000 ആണ് ഡേറ്റ പോയിൻ്ററിലെ വാല്യൂ എങ്കിൽ 4000 അകത്തോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി എയിലുള്ള 8 bit ഡേറ്റ 4000 എന്ന് പറയുന്ന എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിലോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൂവ് എക്സ് @DPTR, A.
Okay, so MoveX instruction is definitely used in order to provide data transfers between the microcontrollers as well as external device, and most probably the external device will be the external memory itself. Okay, ഇനി സ്റ്റാക്കുമായിട്ടുള്ള ഡീലിംഗ് വരുമ്പോഴാണ് പുഷും പോപ്പ് ഇൻസ്ട്രക്ഷൻസും യൂസ് ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് യു ക്യാൻ പുഷ് എനിത്തിങ് ഇൻ ടു ദ സ്റ്റാക്ക് ഫ്രം എ സ്പെസിഫിക് മെമ്മറി ലൊക്കേഷൻ. ദാറ്റ് ഈസ് ഡയറക്റ്റ് എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന എന്താണോ ആ അഡ്രസ്സിലുള്ള ഡേറ്റയെ സ്റ്റാക്കിലോട്ട് നമുക്ക് പുഷ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. എങ്ങോട്ടായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്ന? സ്റ്റാക്കിൽ തന്നെ ഒരുപാട് മെമ്മറി ലൊക്കേഷൻസും ഉണ്ട്. എങ്ങോട്ടായിരിക്കും പുഷ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലോട്ട് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പോപ്പ് ആണെങ്കിലോ, ദാറ്റ് മീൻസ് യു ഹാവ് ടു റിമൂവ് സംതിങ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്നും റിമൂവ് ചെയ്യണമെങ്കിൽ വേർ യു ഹാവ് ടു പ്ലേസ് ടു എ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ വിച്ച് ഇസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇൻ ടേംസ് ഓഫ് ഡയറക്റ്റ് അഡ്രസ്സിങ്. അല്ലേ, ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൻ്റെ സ്ഥാനത്ത് ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ടാവും. നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള കണ്ടൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലോട്ട് പോപ്പ് ചെയ്ത് മാറ്റുക, റിമൂവ് ചെയ്യുക ഫ്രം ദ സ്റ്റാക്ക്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ എ ഫോം ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫേഴ്സ് നടത്തുക. നോട്ട്ലി എ സിംഗിൾ ഫോം ഓഫ് ട്രാൻസ്ഫർ ഇസ് ഹാപ്പനിങ് ഹിയർ. ടു വേ കമ്മ്യൂണിക്കേഷൻ പോലെ ടു വേ ട്രാൻസ്ഫർ ആണ് നടക്കുന്നതാണ് എക്സ്ചേഞ്ച്. മൂവ് എന്ന് പറഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഒരു സ്റ്റെപ്പ് മൂവ്മെൻറ്റേ നടക്കുന്നുള്ളൂ. അതേസമയം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ടും ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലോട്ടും ആ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ XCH എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് മീൻസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു എക്സ്ചേഞ്ച് ഓപ്പറേഷൻ ബിറ്റ്വീൻ ദ കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ ആൻഡ് സംതിങ്. അല്ലേ, അക്യൂമുലേറ്ററിലുള്ള ഡേറ്റയും വേറെ ഏതെങ്കിലും ഒരു ഡേറ്റയും തമ്മിലാണ് എക്സ്ചേഞ്ച് പോസിബിൾ ആവുന്നത്. നമ്മൾ നേരത്തെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പഠിച്ചതുപോലെ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഓപ്പറൻറ്റ് ഹാസ് ടു ബി അക്യൂമുലേറ്റർ ആൻഡ് യു ക്യാൻ ഷുവർലി transfer or exchange your data between the accumulator and some other ഓപ്പറൻസ്. ഓക്കെ, ആ ഓപ്പറൻസ് ഏതൊക്കെ ആകാം? ഏതെങ്കിലും രജിസ്റ്റർ ബാങ്കിലെ രജിസ്റ്റേഴ്സ് ആവാം, രജിസ്റ്ററിലെ കണ്ടൻറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അഡ്രസ് മെമ്മറി ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ആ മെമ്മറി അഡ്രസ് ലൊക്കേഷനിലെ ഡേറ്റ ആകാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ രജിസ്റ്ററിനകത്തോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഡേറ്റയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് പോസിബിലിറ്റീസ് ബിറ്റ്വീൻ ദ കണ്ടൻസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇനി XCHDA@RI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LSB മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന അക്യൂമുലേറ്ററിൽ ശരിക്കും 8 ബിറ്റ് ഡേറ്റയാണ്. RI എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ഈ മെമ്മറി ലൊക്കേഷൻ ദാറ്റ് മീൻസ് RI എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? RIക്ക് അകത്ത് അഡ്രസ്സാണ് ഇരിക്കുന്നത്. ഈ അഡ്രസ്സ് പോയിൻ്റ് ഔട്ട് ഇരിക്കുന്ന ഡേറ്റ ഡെഫിനറ്റ്ലി 8 ബിറ്റ് ആയിരിക്കും. ഒരു മെമ്മറി ലൊക്കേഷനകത്തും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എത്ര മാത്രമാണ്? 8 ബിറ്റ് ഡേറ്റ മാത്രമാണ്. അപ്പോൾ ഈ ഡേറ്റയും 8 ബിറ്റ് ആയിരിക്കും, അല്ലേ, 8 ബിറ്റ് ഡേറ്റ ആണെങ്കിൽ. അപ്പോൾ ഈ 8 ബിറ്റ് ഡേറ്റയിലെ LSBയും അക്യൂമുലേറ്റർ എന്ന് പറയുന്ന 8 ബിറ്റ് ഡേറ്റയിലെ LSBയും തമ്മിൽ മാത്രം എക്സ്ചേഞ്ച് ചെയ്യുക. പ്ലീസ് നോട്ട് ദാറ്റ് ദ MSB ഓഫ് ബോത്ത് രജിസ്റ്റേഴ്സ് വിൽ ബി ഓർ ബോത്ത് ദ ഓപ്പറൻസ് വിൽ ബി അൺചേഞ്ച്ഡ്. അക്യൂമുലേറ്ററിലുള്ള MSBയിലുള്ള ഡേറ്റ 4 ബിറ്റ് ഡേറ്റയും ഈ പറയുന്ന മെമ്മറി ലൊക്കേഷൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഇൻഡയറക്ട്ലി മെമ്മറി ലൊക്കേഷൻ വഴി പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന 4 ബിറ്റ് ഡേറ്റയും MSB ആയിട്ടുള്ള 4 ബിറ്റ് ഡേറ്റയും ഇറ്റ് വിൽ ബി അൺചേഞ്ച്ഡ്. ഓൺലി ലോവർ ഓർഡർ ബിറ്റ്സ് ആർ എക്സ്ചേഞ്ച്. ഓക്കെ, ഇനി ഇത്രയുമാണ് നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഇനി ഒരു കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടി നമുക്ക് 8051 നോക്കാനുണ്ട്, പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്. ഓൾറെഡി നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സിനകത്ത് പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ഫ്ലോ ഓഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാം ബ്രാഞ്ചിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം നാച്ചുറലി നമ്മൾ പഠിച്ച കോള്, ജമ്പ് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പം എ കോളും എൽ കോളും എന്താണ്? ആബ്സല്യൂട്ട് കോളും ലോങ് കോളും ആണ്. ആബ്സല്യൂട്ട് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കോൾ ചെയ്യാം. നിങ്ങൾക്ക് വെറും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെസിഫൈങ് ദ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. ദാറ്റ് മീൻസ് 8 ബിറ്റ് അഡ്രസ്സിൻ്റെ സഹായത്തോടു കൂടി വളരെ അടുത്ത് എവിടെയെങ്കിലും ലൊക്കേഷനിലെ സബ് റൂട്ടിനെ കോൾ ചെയ്യാൻ വേണ്ടിയാണ് വെറും കോൾ യൂസ് ചെയ്യുന്നത്. എ കോളും എൽ കോളും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കുറച്ചുകൂടെ ദൂരമുള്ള ഏതെങ്കിലും സബ് റൂട്ടീൻസിനെ കോൾ ചെയ്യാൻ. അതിൽ എ കോൾ ആബ്സല്യൂട്ട് കോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 11 ബിറ്റ് അഡ്രസ്സിൻ്റെ സഹായത്തോടു കൂടി സ്പെസിഫൈ ചെയ്യുന്ന എ കോൾ ഇൻസ്ട്രക്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു കുറച്ചുകൂടി അടുത്ത്, അധികം അടുത്തല്ല എന്നാൽ അധികം ദൂരെയും അല്ലാത്ത ഏതെങ്കിലും സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് 2⁻11. ഓക്കെ, 2⁻11 എന്ന് പറഞ്ഞാൽ എന്താ? 2⁻11 എന്ന് പറഞ്ഞാൽ എന്താ? അറൗണ്ട് 2K ബൈറ്റ്സ്. 2048 വരുന്നത്. 2⁻11 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 2048 വരും. ദാറ്റ് മീൻസ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 2048 ബൈറ്റ്സിനകത്ത് ഉള്ള ഏതോ ഒരു സബ് റൂട്ടീനിലോട്ട് ജമ്പ് ചെയ്താൽ മതി. ഈ 2048 ബൈറ്റ്സ് എന്ന് പറയുന്ന 2 കിലോ ബൈറ്റ്സ് എങ്ങനെ നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടിയത്? 2⁻11 ചെയ്താൽ മതി.
ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ 8086 മൈക്രോ പ്രോസസ്സർ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് 1 MB മെമ്മറി ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റി? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 8086 അഡ്രസ് ബിറ്റ്സിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അഡ്രസ് ബസ്സിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ എത്ര ബിറ്റ് അഡ്രസ്സിങ് അവിടെ യൂസ് ചെയ്യുന്നത് 20 ബിറ്റാണ്. അപ്പോൾ 2⁻20 1 MB അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഏതൊരു ഡിവൈസിൻ്റെയും അഡ്രസ് ബസ്സിൻ്റെ കപ്പാസിറ്റി 2 പവർ എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എത്ര മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾ 11 ബിറ്റ് അഡ്രസ്സിംഗ് ആണ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ 2⁻11 മെമ്മറി ലൊക്കേഷൻസിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് 2⁻11 എന്ന് പറഞ്ഞാൽ 2048. ദാറ്റ് മീൻസ് അറൗണ്ട് 2 KB. അപ്പം നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും മേളിലോട്ട്, ഓക്കെ, ഇപ്പം നിങ്ങൾ 4500 നിൽക്കുന്നതെങ്കിൽ 4500 നിന്ന് മേളിലോട്ടോ, അതായത് 4500 നിന്ന് നിങ്ങൾ മേളിലോട്ട് 2 KB അല്ലെങ്കിൽ താഴോട്ട് 2 KB, അവിടെ ഏതെങ്കിലും ഒരു സബ് റൂട്ടീനിലോ ആയിരിക്കും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി എൽ കോൾ ആണെങ്കിലോ ലോങ് കോൾ ആണ്. ദാറ്റ് മീൻസ് അഡ്രസ് 16 ബിറ്റ്സും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. 2⁻16 ദാറ്റ് 64 KB ഓഫ് മെമ്മറി ലൊക്കേഷൻസ് യു ക്യാൻ ആക്സസ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് യുവർ പ്രോഗ്രാം എനിവെയർ യു ക്യാൻ ജമ്പ്. നിങ്ങളുടെ സബ് റൂട്ടീൻ അല്ലെങ്കിൽ പ്രൊസീജിയർ കോൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ഇറ്റ് ക്യാൻ ബി എനിവെയർ വിത്തിൻ ദ 64 KB. ഓക്കെ, ഇനി ഏത് കോൾ നടത്തിയാലും നമുക്ക് റിട്ടേൺ ചെയ്യണം. നോർമൽ എക്സിക്യൂഷൻ ഹാസ് ടു ബി കണ്ടിന്യൂഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ സബ് റൂട്ടീൻസ് ഓർ മാക്രോ വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം. അതിനുവേണ്ടി റിട്ടേൺ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻ കേസ് ഓഫ് ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻട്രപ്റ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം, സൊല്യൂഷൻസ് കണ്ടെത്തണം, ഇൻട്രപ്റ്റ് ഓവർകം ചെയ്യണം, തീർച്ചയായിട്ടും അത് ചെയ്യണം. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ നോർമൽ എക്സിക്യൂഷൻ ഹാസ് ടു ബി ബ്രോക്കൺ ബൈ എനി മീൻസ്. ഓക്കെ, നമ്മുടെ നോർമൽ എക്സിക്യൂഷൻ രീതിയിലും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇൻട്രപ്റ്റ് വന്നു എന്നതിൻ്റെ പേരിൽ വി കാൺട്ട് കംപ്ലീറ്റ്ലി ഓർ പെർമനൻ്റ്ലി ബ്രേക്ക് ദ നോർമൽ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോസസ്. ഓക്കെ, അത് വീണ്ടും റെസ്യൂം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി റിട്ടേൺ ഓൺ ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നോർമൽ എക്സിക്യൂഷനിലോട്ട് റെസ്യൂം ചെയ്യാൻ, നോർമൽ എക്സിക്യൂഷനിലോട്ട് തിരിച്ച് വരാൻ വേണ്ടിയാണ് റിട്ടേൺ ഓൺ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇതുപോലെ തന്നെ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ കോൾ ഇൻസ്ട്രക്ഷൻ പൊതുവേ യൂസ് ചെയ്ത സബ് റൂട്ടീൻസ്, മാക്രോ പ്രൊസീജിയേഴ്സ് ഒക്കെ കോൾ ചെയ്യാനായിരിക്കും. അതേസമയം ജമ്പ് ഇൻസ്ട്രക്ഷൻ അങ്ങനെ പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കില്ല. ഒരു സിംഗിൾ സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനിലോട്ട് ഫോഴ്സ്ഫുള്ളി ജമ്പ് ചെയ്യണം. ആ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാറുണ്ട്? ജമ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ കൺട്രോൾ നമുക്ക് വേറൊരു ഇൻസ്ട്രക്ഷനിലോട്ട് ഡൈവേർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ജമ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വെറും ജമ്പുണ്ട്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. വെറും ജമ്പ് യൂസ് ചെയ്യാം. അതുപോലെ എസ് ജമ്പ്, ഷോർട്ട് ജമ്പും യൂസ് ചെയ്യാം. എസ് ജമ്പും വെറും ജമ്പും സെയിം തന്നെയാണ്. ഓക്കെ, ഷോർട്ട് ജമ്പ് അറിയാമല്ലോ, തൊട്ടടുത്ത് ഏതെങ്കിലും ലൊക്കേഷൻ റിലേറ്റീവ് അഡ്രസ്സിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എ ജമ്പ് ആണെങ്കിൽ 11 ബിറ്റ് അഡ്രസ്സിംഗ് യൂസ് ചെയ്യും. എൽ ജമ്പ് ആണെങ്കിൽ 16 ബിറ്റ് അഡ്രസ്സിംഗ് യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും നമുക്ക് ബാധകമാണ്. ഓക്കെ, ഇനി ജമ്പ് @A+GPTR. ദാറ്റ് മീൻസ് എനിക്ക് ഫോഴ്സ്ഫുള്ളി ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യണം. ആ മെമ്മറി ലൊക്കേഷനിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? A+GPTR എന്ന് പറയുന്ന 2 രജിസ്റ്റേഴ്സിലിരിക്കുന്ന വാല്യൂസ് സമ്മപ്പ് ചെയ്തിട്ട് അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് കണ്ടീഷൻസ് ആണ്. ജമ്പ് ഓഫ് 0യും ജമ്പ് ഓഫ് നോൺ സീറോയും. ഓക്കെ, ജമ്പ് ഓഫ് 0 അറിയാമല്ലോ, തൊട്ട് മുൻപ് ചെയ്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ ഔട്ട്കം ആയിട്ട് നിങ്ങൾക്ക് 0 ആണ് റിസൾട്ടായിട്ട് കിട്ടിയതെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക, റിലേറ്റീവ് അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. ജമ്പ് ഓഫ് നോൺ സീറോ ആണെങ്കിലോ only if you have received result which is non-zero, okay, after doing an arithmetic operation, then only you have to perform the jump operation. മനസ്സിലായി? എന്ന് മാത്രം ജമ്പ് ഓപ്പറേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നോൺ സീറോ ആണെങ്കിൽ മാത്രം റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യാം. ഇനി കമ്പയർ ആൻഡ് ജമ്പ് ഓഫ് നോട്ട് ഈക്വൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, കമ്പയർ ആൻഡ് ജമ്പ് ഓഫ് നോട്ട് ഈക്വൽ, അതായത് ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് ഓഫ് എക്സിക്യൂഷൻ അല്ല നടക്കുന്നത്, 2 സ്റ്റെപ്സ് ഓഫ് പ്രോസസ്, 2 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. കമ്പയർ ചെയ്യുക, നോട്ട് ഈക്വൽ അല്ലെങ്കിൽ മാത്രം ജമ്പ് ചെയ്യുക. ഏതൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്? അക്യൂമുലേറ്റുള്ള കണ്ടൻറ്റും ഡയറക്റ്റ് എന്ന് പറഞ്ഞ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന ആ അഡ്രസ്സ് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇവർ രണ്ടുപേരും ഈക്വൽ അല്ലെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിൻ്റെ സ്ഥലത്തോട്ട് ജമ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കമ്പയർ എന്താ ഉള്ളത്? എയും ഡേറ്റയും. ദാറ്റ് മീൻസ് ഇമീഡിയറ്റ്ലി ഒരു ഓപ്പറൻറ്റ് നമുക്ക് ഇൻസ്ട്രക്ഷനിൽ തന്നെ തന്നിട്ടുണ്ടാവും ഡേറ്റയുടെ രൂപത്തിൽ. മറ്റേ ഓപ്പറൻറ്റ് എന്താണ്? അക്യൂമുലേറ്ററിൽ ഇരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യാം. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ദെൻ ഓൺലി യു ഹാവ് ടു ജമ്പ് ടു ദ അഡ്രസ് വിച്ച് ഇസ് പോയിൻറ്റഡ് ഔട്ട് ബൈ ദ റിലേറ്റീവ് അഡ്രസ്സിംഗ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. അറിയില്ലെന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യാം. ഇനി അടുത്തത് എന്തുണ്ട്?
ആർ എന്നും ഡേറ്റയും. ദാറ്റ് മീൻസ് ഏതെങ്കിലും രജിസ്റ്ററിലിരിക്കുന്ന കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും മാത്രമല്ല നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, രജിസ്റ്ററിലിരിക്കുന്ന കണ്ടൻറ്റും ഇമീഡിയറ്റ്ലി ഇൻസ്ട്രക്ഷനിൽ തന്നിരിക്കുന്ന ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ദെൻ യു ക്യാൻ ജമ്പ് ഇൻ ടു ദ address which is specified as a relative addressing of the instruction. ഓക്കെ, അടുത്ത നോക്കിയേ, ഇൻഡയറക്ട്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു രജിസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി അഡ്രസ്സ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന ഡേറ്റയും ഇമീഡിയറ്റ്ലി ഇൻസ്ട്രക്ഷനിൽ തന്നിരിക്കുന്ന ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ദെൻ ഓൺലി യു ഹാവ് ടു ജമ്പ് ഇൻ ടു ദ റിലേറ്റീവ് അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഇനി ഇത് ഈക്വൽ ആണെങ്കിലോ നമ്മൾ ഈ ജമ്പ് ഓപ്പറേഷൻ ചെയ്യില്ല. ഓക്കെ, അതാണ് എൻ്റെ പ്രത്യേകത. ഇനി ഡിക്രിമെൻറ്റ് ആൻഡ് ജമ്പ് ഓഫ് നോൺ സീറോ, അതാണ് DJNZ, ഡിക്രിമെൻറ്റ് ആൻഡ് ജമ്പ് ഓഫ് നോൺ സീറോ. ഓക്കെ, അതായത് ഇപ്പം നോക്കിയേ, ആർ എൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും രജിസ്റ്റർ ബാങ്കിലെ രജിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഏത് രജിസ്റ്റർ ബാങ്കിലെ രജിസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ R4 ആണെങ്കിൽ R4ലെ വാല്യൂ 1 ഡിക്രിമെൻറ്റ് ചെയ്യുക. ഒരു തവണ ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുക, അത് നോൺ സീറോ ആവുകയാണെങ്കിൽ നിങ്ങൾ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്തോളൂ. നോൺ സീറോ ആവുകയാണെങ്കിൽ മാത്രം. ഓക്കെ, സീറോ ആവുകയാണെങ്കിൽ യു നീഡ് നോട്ട് ജമ്പ് ടു ദ പർട്ടിക്കുലർ ലൊക്കേഷൻ വിത്ത് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതേപോലെ ഡയറക്റ്റ്, ദാറ്റ് മീൻസ് അഡ്രസ്സിൻ്റെ സഹായത്തോടു കൂടിയും ഏത് വാല്യൂ ആണ് ഡിക്രിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ആ വാല്യൂ 1 ഡിക്രിമെൻറ്റ് ചെയ്യുക. നോൺ സീറോ ആണെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. ഇനി NOP എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നോ ഓപ്പറേഷൻ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഡിലേ ഒക്കെ വരുത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്തതിന് ശേഷം ഡിലേ വരുത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന no instruction use ചെയ്യാം, NOP. So that's all about 8051 instructions. 5 categories of instructions ഉണ്ട്. ഇത് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എനി ഹൗ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചോദിച്ചാലും മൊത്തത്തിൽ ഇൻസ്ട്രക്ഷൻ കാറ്റഗറി ഓഫ് 8051 ചോദിക്കില്ല. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എങ്ങനെ പോയാലും എക്സാമ്പിൾസ് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക. ഓക്കെ.